ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡിസംബർ 10, 2024 നമ്മുടെ ചെസ് അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, അടുത്ത ലോക ചെസ് ചാമ്പ്യനെ കണ്ടുപിടിക്കാനായി ഉള്ള ഫൈനൽ മത്സരം ഇപ്പോൾ സിംഗപ്പൂരിൽ പുരോഗമിക്കുകയാണ്. നിലവിലുള്ള ചാമ്പ്യനായ ചൈനീസ് താരം ഡിങ് ലിറൈനും ഇന്ത്യയുടെ 18 വയസ്സുകാരൻ ഡി ഗുഗേഷും തമ്മിലാണ് മത്സരം നടന്നു വരുന്നത്. നമുക്കറിയാം, ആദ്യ മത്സരം ചൈനീസ് താരം വിജയിച്ചു. രണ്ടാം മത്സരം സമനിലയിലായി. മൂന്നാമത്തെ ഗെയിം ഡി ഗുഗേഷ് വിജയിച്ചു. പിന്നീട് കുറേ മത്സരങ്ങൾ സമനിലയിലായി. അവസാനം 11ാമത്തെ ഗെയിം ഡി ഗുഗേഷ് വിജയിച്ചു. അങ്ങനെ 6 പോയിൻറ്റിന് ഗുഗേഷും 5 പോയിൻറ്റ് ചൈനീസ് താരത്തിനും എന്ന നിലയിലാണ് 12ാം ഗെയിമിന് അവരെത്തിയത്. അപ്പോൾ നമുക്കറിയാം, കളിയുടെ അന്ത്യഘട്ടത്തിൽ ഇതുപോലൊരു മത്സരമൊക്കെ പരാജയപ്പെടുകയാണെങ്കിൽ ചെസ്സിനെ സംബന്ധിച്ചിടത്തോളം കളിക്കാരൻ്റെ ആത്മവിശ്വാസമൊക്കെ ചോർന്നു പോകുന്നത് കാണാം. പിന്നെ സാഹസിക നീക്കങ്ങളൊക്കെ നടത്തി കളി തുടർച്ചയായി പരാജയപ്പെടുകയാണ് ഇതുവരെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നലെ 12ാം ഗെയിമിലെത്തിയപ്പോൾ ചൈനീസ് താരത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഒരുപാട് കൂടുകയാണ് ചെയ്തത്. ഒന്നാമത്തെ നീക്കം മുതൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് ഓരോ നീക്കങ്ങളും നടത്തിയത്. ഇങ്ങനെ ഒരു ഗുഗേഷ് ആകട്ടെ 17ാമത്തെ നീക്കത്തിന് വേണ്ടി ഏതാണ്ട് 1 മണിക്കൂറോളാണ് ചിലവഴിച്ചത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളൊക്കെ അബദ്ധങ്ങളാവുകയും ചെയ്തു. സാധാരണ ചൈനീസ് താരം ചെയ്യാറുള്ളത് ഒരു ഓപ്പണിംഗ് കഴിയുമ്പോൾ തന്നെ കരിക്കളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇന്നലെ അദ്ദേഹത്തെ അതിനൊന്നും മുതിർന്നിട്ടുണ്ടായില്ല. കളി തീരാനാകുമ്പോഴും മിക്ക കരിക്കളും കളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 36ാമത്തെ നീക്കത്തിലാണ് ഗുഗേഷ് റിസൈൻ ചെയ്ത്. അപ്പോഴും രണ്ടുപേരുടെയും മിക്ക കരിക്കളൊക്കെ കളത്തിലുണ്ടായിരുന്നു. പക്ഷേ എന്നാലും പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ചൈനീസ് താരത്തിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കളി തോൽക്കുമെന്ന ഘട്ടത്തിലാണ്, ഒരു രക്ഷയില്ല എന്ന ഘട്ടത്തിലാണ് ഗുഗേഷ് റിസൈൻ ചെയ്തത്. ഇന്നലെ ആദ്യം ചൈനീസ് താരത്തിൽ നിന്ന് വെള്ളക്കരിക്കൾ അദ്ദേഹം ആദ്യം നീക്കിയത് C4 ആയിരുന്നു. ആദ്യം C കോളത്തിലെ കാലാളുടെ 2 കള്ളി മുന്നോട്ട് നീക്കുകയാണ് ചെയ്തത്. ഗുഗേഷ് അതിന് പകരം ചെയ്തത് E6 ആണ്. ക്യൂനിന് മുമ്പിലുള്ള കാലാളിനെ 2 കോളം മുന്നോട്ട് നീക്കി. രണ്ടാമത്തെ നീക്കമെന്ന നിലയിൽ ചൈനീസ് താരം ചെയ്തത് G3 ആണ്. അതായത് ജിയിലുള്ള കാലാളിനടുത്ത് ഒറ്റ കോളം മുന്നോട്ട് നീക്കി. മറുപടിയായി ഗുഗേഷ് ക്യൂവിന് മുമ്പിലുള്ള കാലാളിനെ 2 കള്ളി മുന്നോട്ട് നീക്കി. ഇങ്ങനെ ഇതങ്ങനെ പോയി 7ാമത്തെ നീക്കത്തിലാണ് ആദ്യമായി ഒരു കരുവിനെ വെട്ടിയത്. ഗുഗേഷാണ് ആദ്യം ചെയ്തത്. ഒരു കാലാളിനെ വെട്ടി. അടുത്ത നീക്കത്തിൽ ചൈനീസ് താരം തിരിച്ചും വെട്ടി. എന്നാലും ഇന്നലെ മിക്ക കരുക്കളും കളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ 36ാമത്തെ നീക്കത്തിൽ ഗുഗേഷ് റിസൈൻ ചെയ്യുകയും ചെയ്തു. ഏതായാലും പ്രധാന ചെസ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഗുഗേഷിന് ഇപ്പോഴും 50-50 ചാൻസ് ഉണ്ട് എന്നാണ്. കാരണം ഇപ്രാവശ്യത്തെ ചെസ് ഫൈനലാണത്രേ ഈ കൃത്യതയുടെ കാര്യത്തിൽ രണ്ടുപേരും മുന്നിൽ നിൽക്കുന്നത്. ഇതിനു മുമ്പ് വിശ്വനാഥൻ ആനന്ദും ഗാരി കാസ്പറോവും തമ്മിൽ ഏറ്റുമുട്ടിയ ഫൈനലിൽ ആണ്. അതിനോടാണ് ഇപ്രാവശ്യത്തെ ഫൈനലിനെ ചെസ് പണ്ഡിതന്മാരൊക്കെ താരതമ്യം ചെയ്യുന്നത്. രണ്ടുപേർക്കും അധികം മിസ്റ്റേക്കുകളൊന്നും ഇല്ല. ഇന്നലത്തെ കളിയിലൊന്നും ചൈനീസ് താരത്തിനൊരു മിസ്റ്റേക്കും ഇല്ല. അതേപോലെ പല മത്സരങ്ങളിലും ഗുഗേഷും ഇതുപോലെ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അതേസമയം മുൻ വനിതാ താരം ജൂഡിത്ത് വോൾഗാർ പറഞ്ഞത്, കാരണം ചൈനീസ് താരം ഇതുപോലെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇതുപോലെ കളിച്ചിട്ടില്ല എന്നാണ്. എവിടെയായിരുന്നു അദ്ദേഹം ഇത്രയും കാലം എന്നാണ് ചോദിച്ചത്. അദ്ദേഹം കഴിഞ്ഞ ഫൈനലിൽ പോലും ഇതുപോലെ കളിച്ചിട്ടില്ല, ഇന്നലത്തെ മത്സരം പോലും കളിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും ഇനിയിപ്പോൾ നമുക്കറിയാം, 2 ഗെയിം മാത്രമേ ബാക്കിയുള്ളൂ. 2 ഗെയിമിൽ നിന്ന് 1.5 പോയിൻ്റ് കൂടി കിട്ടുന്ന ആൾ ചാമ്പ്യൻ ആവാം. ഇത്രയൊക്കെയാണ് ചെസ്സിനെ കുറിച്ച് ഇന്ന് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.